അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് കബൂലാക്കട്ടെ. വിശുദ്ധമായ ഇൽമ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ വർഷത്തെ സുഫ്ഫ ദർസിൻ്റെ തുടക്കമാണ്. അൽഹംദുലില്ലാഹ് 3 വർഷം പൂർത്തിയാക്കി 4ാമത്തെ വർഷത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. പല ആളുകളും അൽഹംദുലില്ലാഹ് ഇതിൽ സംബന്ധിച്ചവരും ഓൺലൈനിലേക്കായി ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ആമീൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലാ ദുനിയ യുസീബുഹാ അവ ഇംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. നിയ്യത്ത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ, പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ നിയ്യത്ത് വേണം. ഏത് അമലുകളാണെങ്കിലും നിയ്യത്തുണ്ടെങ്കിലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യത ലഭിക്കുകയും. ഈ ഹദീസ് നമുക്കെല്ലാവർക്കും അറിയുന്ന മനപ്പാടുള്ളൊരു ഹദീസാണ്. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് എന്ന ഭാഗം. എല്ലാ അമലുകളും ബിന്നിയ്യാത്ത്, നിയ്യത്തുണ്ടെങ്കിൽ മാത്രമാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത്. ഈ ഹദീസിൽ ഒരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സംഭവത്തെ ആസ്പദമാക്കി പറയുന്നുണ്ട്. ഹിജ്റ പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, ഒരാൾ ഹിജ്റ പോകുന്നത് അള്ളാഹുവിനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അവൻ്റെ ഹിജ്റ മഖ്ബൂലാണ്. അതേ സമയത്ത് ഇംറാത്തിൻ വമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലാ ദുനിയ യുസീബുഹാ ഇംറാത്തിൻ യൻകിഹുഹാ, ദുന്യവിയായ വല്ല നിയ്യത്തും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരാൾ ഹിജ്റ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം, ആ പെണ്ണുള്ളത് അവൻ ഹിജ്റ പോകുന്ന നാട്ടിലാണ്. അപ്പോൾ ഹിജ്റ പോയാലേ കല്യാണം നടക്കുകയുള്ളൂ. അപ്പോൾ അവൻ്റെ നിയ്യത്ത് ദുന്യവിയ നിയ്യത്തായി മാറി. അങ്ങനെയാണ് ഒരാൾ ഹിജ്റ പോകുന്നത് എങ്കിൽ ആ നിയ്യത്തനുസരിച്ചായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നിയ്യത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും സ്വീകാര്യമാകണമെങ്കിൽ അത് വേണം. നിയ്യത്ത് നമ്മുടെ ഹൃദയത്തിലാണ്, ഖൽബിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ബാഹ്യമായ പ്രവർത്തനങ്ങളിലേക്ക്, നമ്മുടെ ഈ ശരീരത്തിൻ്റെ രൂപങ്ങളോ ഭാവങ്ങളോ അതൊന്നും അല്ലാഹു തആല നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, ഹൃദയത്തിലേക്കാണ് അല്ലാഹു തആല നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ഇബാദത്ത് നിർവഹിക്കുമ്പോഴും അത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്താ നിയ്യത്താക്കുന്നത് അത് അല്ലാഹു നോക്കും. അതിനനുസരിച്ച് പ്രതിഫലം തരുള്ളൂ. അപ്പോൾ ഖൽബിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം. ആ ഖൽബിൽ അവൻ എന്ത് നിയ്യത്ത് വെച്ചുകൊണ്ടാണോ ഇവൻ ഇബാദത്ത് എടുക്കുന്നത് അതനുസരിച്ചായിരിക്കും അള്ളാഹു പ്രതിഫലം നൽകുന്നത്. ആ ഖൽബിലുള്ളത് കാണാൻ, അല്ലെങ്കിൽ അവൻ്റെ നിയ്യത്ത് മനസ്സിലാക്കാനുള്ള കഴിവ് മലക്കുകൾക്കില്ല എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇബാദത്തുകൾ, നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ രേഖപ്പെടുത്താൻ മലക്കുകളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെ ഇടതും വലുതുമായ മലക്കുകൾ നന്മ തിന്മകൾ എഴുതുന്നു. മാത്രമല്ല, നമ്മൾ 5 വക്ത് നിസ്കരിക്കുമ്പോഴും ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് നമ്മളെ കൂടെ നിസ്കരിക്കാൻ മലക്കുകൾ വരുന്നുണ്ട്, ഷിഫ്റ്റായി കൊണ്ടുവരുന്നുണ്ട്. ഒരു കൂട്ടം മലക്കുകൾ സുബഹിക്ക് ഇറങ്ങി വരും. അവർ സുബഹി, ളുഹർ, അസർ വരെയുള്ള ജമാഅത്തിൽ അവരുണ്ടായിരിക്കും. മറ്റൊരു കൂട്ടം അസറിന് ഇറങ്ങി വരും. അവർ അസറും മഗ്രിബും ഇശാവും കഴിഞ്ഞ് സുബഹി പങ്കെടുത്തിട്ടാണ് അവർ പോകുന്നത്. അവർ ഈ അമലുകളൊക്കെ രേഖപ്പെടുത്തും. അപ്പോൾ ഒരു അടിമ ചെയ്യുന്ന
അമലുകളൊക്കെ മലക്കുകൾ രേഖപ്പെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഈ അമലുമായിട്ട് അവർ പോകും. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരുപാട് നല്ല അമലുകൾ ഒരടിമ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ തസ്അദുൽ മലായിക്കത്തു, മലക്കുകൾ ആ അമലുമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോകും. അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കും. ഒരടിമ ചെയ്ത എല്ലാ ഇബാദത്തുകളും, നിസ്കാരാവട്ടെ, നോമ്പാവട്ടെ, മറ്റ് ഇബാദത്തുകളൊക്കെ അതിൻ്റെ വലിയ ഏട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ഫയഖൂൽ, അള്ളാഹുത്തല പറയുന്നൊരു മറുപടിയുണ്ട്, അൽഖു ഹാദിഹി സ്വഹീഫ, ഈ ഏട് വലിച്ചെറിയൂ, എനിക്ക് വേണ്ട. മലക്കുകൾ അത്ഭുതപ്പെട്ടു. വലിയ ബഹുമാനത്തോടുകൂടെ അവർ കൊണ്ടുവന്ന ഏടാണ്, ഒരടിമയുടെ ഇബാദത്താണ് ഈ രേഖപ്പെടുത്തി കൊണ്ടുവന്നത്. അത് വലിച്ചെറിയാൻ വേണ്ടി അള്ളാഹുത്തല പറയുമ്പോൾ അവർ അത്ഭുതപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അള്ളാഹുത്തല പറയുന്നത്, ഫൈന്നഹു ലം യുരിദ് ബിമാ ഫീഹാ വജ്ഹി, ഇവൻ ഈ ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അവൻ്റെ മനസ്സിലേക്കാണ് ഞാൻ നോക്കിയത്. അവൻ്റെ മനസ്സിലുള്ള നിയ്യത്ത് എൻ്റെ അടുക്കൽ കൂലി കിട്ടണമെന്നല്ല. അതുകൊണ്ട് എൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടല്ല അവൻ ഇത് ചെയ്തത്, അതുകൊണ്ട് വലിച്ചെറിയും. മലക്കുകൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താനും അത് നോക്കാനാണ് മലക്കുകൾ ഏൽപ്പിച്ചിട്ടുള്ളത്. മനസ്സിൽ എന്തുണ്ട് എന്നുള്ളത് മലക്കുകൾക്കറിയില്ല. എന്നിട്ട് ശേഷം അള്ളാഹുത്തല പറയും, മലക്കുകളെ വിളിച്ചിട്ട്, ഇനി എഴുതിക്കോളൂ, ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം, അത് എഴുതിക്കോളൂ. അവൻ സദക്ക കൊടുത്തിട്ടുണ്ട്, എഴുതിക്കോളൂ. അവൻ ചിലത് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ മലക്കുകൾ തന്നെ അത്ഭുതപ്പെടും, ഞങ്ങളവനെ കണ്ടിട്ടില്ലല്ലോ. അവർ പറയും, ഉക്തുബൂലഹു കഥാ വ കഥ ഫയഖൂലൂൻ, മലക്കുകൾ പറയും, യാ റബ്ബന ഇന്നഹു ലം യഅമൽ ഷൈ, ഇതൊന്നും അവർ ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അല്ലാഹു തആല പറയുന്നത്, ഫയഖൂലുല്ലാഹു തആല ഇന്നഹു നവാഹു, ആ മനുഷ്യൻ ചെയ്തിട്ടില്ലെങ്കിലും അയാളെ മനസ്സിൽ എന്തുണ്ട്, ഇങ്ങനത്തൊക്കെ ചെയ്യണം എന്നൊരു നിയ്യത്ത് അദ്ദേഹത്തിനുണ്ട്. ഞാൻ നിയ്യത്താണ് നോക്കുന്നത്, മനസ്സാണ് നോക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ മനസ്സിൽ അവൻ ഇങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ട്, ഇന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് നിയ്യത്താക്കിയിട്ടുണ്ട്. ആ നിയ്യത്തിന് ഞാൻ പ്രതിഫലം കൊടുക്കും, അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ എഴുതി വെച്ചോളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഏതൊരു ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും നല്ല നിയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. എങ്കിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് കബൂലായി കിട്ടുള്ളൂ. നിയ്യത്തിന് തന്നെ അള്ളാഹുത്തല പ്രതിഫലം നൽകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഹമ്മ ബി ഹസനത്തിൻ വലം യഅമൽഹ കുതിബതു ലഹു ഹസന, ഒരാളൊരു നല്ലത് ചെയ്യണമെന്ന് മനസ്സിൽ കരുതിയാൽ തന്നെ അള്ളാഹുത്തല ഒരു ഹസനത്ത് അവിടെ രേഖപ്പെടുത്തി. ചിലപ്പോൾ അത് ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. ഉദാഹരണം പറയാം, ഇപ്പോൾ നമ്മൾ അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു 100 രൂപ നമ്മൾ കീശയിലിട്ട് എന്താ നിയ്യത്ത് വെച്ചിട്ടാണ് ഇട്ടത്? ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരെ കണ്ടാൽ, ഫക്കീറിനെ മിസ്കിനെ കണ്ടാൽ അദ്ദേഹത്തിന് കൊടുക്കണം എന്ന നെയ്യത്തിലാണ് നമ്മൾ കീശയിൽ ഈ 100 രൂപ ഇട്ടത്. അങ്ങനെ അങ്ങാടിയിലൊക്കെ പോയി നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ആരെയും കണ്ടില്ല, ഒരു പാവപ്പെട്ട ഒരാളെയും നമ്മളെ കണ്ണിൽ പെട്ടില്ല, നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. എന്നാൽ ആഖിറത്തിൽ വരുന്ന സമയത്ത് നമ്മളെ ഏടിലുണ്ടായിരിക്കും, ഇദ്ദേഹം 100 രൂപ സദഖ കൊടുത്തിരിക്കുന്നു, 100 രൂപ കീശയിൽ തന്നെ ഉണ്ട്. എന്താ? അതാണ് നെയ്യത്തിൻ്റെ പവർ. ഇയാൾ നിയ്യത്താക്കി ഇറങ്ങിയിട്ടുണ്ട്, വീട്ടിൽ നിന്ന് നിയ്യത്താക്കി. ആ നിയ്യത്ത അള്ളാഹുത്തല നോക്കിയത്. ഒരു പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കണം എന്ന് മനസ്സിൽ കരുതി നിയ്യത്താക്കി പുറപ്പെട്ടത് കൊണ്ട് തന്നെ ആ നിയ്യത്തിന് അള്ളാഹുത്തല പ്രതിഫലം തരും. മൻ ഹമ്മ ബി ഹസനത്തിൻ, ഒരു നന്മ ചെയ്യണമെന്ന് കരുതിയാൽ തന്നെ കുത്തിബത്തു ലഹു ഹസന, ഒരു ഹസനത്ത് അള്ളാഹുത്തല അവനക്ക് രേഖപ്പെടുത്തും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സംഘത്തോട് പറയാം, മദീനയിൽ ചില ആളുകൾ നമ്മളെ കൂടെ വന്നിട്ടില്ല. ഇന്ന ബിൽ മദീനത്തി അഖ്വാമൻ മാ ഖതഅന വാദിയൻ വലാ വതഅന മൗത്തിയൻ യഗീറുൽ കുഫാറ. അതായത് യുദ്ധത്തിന് ജിഹാദിന് പോകുന്ന സമയത്ത് രോഗികളായ ചില ആളുകൾക്ക് വരാൻ കഴിഞ്ഞില്ല. അവർ മദീനയിൽ തന്നെയാണ്, പല ഉദറ് കാരണം കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് പോകുന്ന സ്വഹാബത്തോട് പറയാണ്, ആ മദീനയിൽ നിൽക്കുന്ന ആ സ്വഹാബത്ത് ഇല്ലാ ശറക്കൂന ഫീ ദാലിക വഹും ബിൽ മദീന, നമ്മൾ ഈ ജിഹാദിന് വേണ്ടി പോകുന്ന നമ്മൾ ഓരോ ചവിട്ടടിക്കും ഈ സ്റ്റെപ്പിനും നമുക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലമൊക്കെ മദീനയിൽ വെച്ചുകൊണ്ട് അവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, അതെങ്ങനെ? കൈഫ ദാലിക്, മദീന അവർ നമ്മളെ കൂടെ വന്നിട്ടില്ല, നടന്നിട്ടില്ല, എങ്ങനെയാണ് ആ കൂലിയൊക്കെ അവർക്ക് കിട്ടുന്നത്? ആ സമയത്ത് പറഞ്ഞത്, ഖാല ഹബസ്സഹുമുൽ ഉദുർ ഫശറഫു ബിഹുസ്നിൻ നിയ്യ,
അവർക്ക് നമ്മളെ കൂടെ വരാൻ കഴിയാത്തത് ഉദർ കാരണം കൊണ്ടാ, രോഗം കാരണം കൊണ്ടാ. പക്ഷെ അവരെ മനസ്സിൽ എന്തുണ്ട്? ഞങ്ങൾക്ക് ആഫിയത്ത് ഉണ്ടെങ്കിൽ ഞങ്ങളും ജിഹാദിന് വേണ്ടി പോകുമായിരുന്നു എന്നവർക്ക് മനസ്സിലുണ്ട്, നീയത്തുണ്ട്. ആ നീയത്തിനുള്ള കൂലിയാണ് അള്ളാഹു തആല കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സാധാരണ ജമാഅത്തിന് വരുന്ന ആളുകൾ, കൃത്യമായി ജമാഅത്തിന് വരുന്നവർ ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് എവിടെയെങ്കിലും പെട്ടുപോയി, ജമാഅത്തിന് വരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ രോഗികളായി വീട്ടിൽ കിടപ്പിലായി, ആ ഒരു മനപ്രയാസം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവും. അവരുടെ മനസ്സിൽ എന്തുണ്ട്? ജമാഅത്തിന് പോകണമെന്നുണ്ട്. പക്ഷേ ഉദർ കാരണം കൊണ്ട്, രോഗം കാരണം കൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം ജമാഅത്തിന് വന്ന കൂലി അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹസനാത്തിൻ്റെ ഏടിൽ രേഖപ്പെടുത്തുമെന്നാണ്. അതാണ് നെയ്യത്തിൻ്റെ പവർ. അപ്പോൾ ഏതൊരു അമല് നമ്മൾ ചെയ്യുകയാണെങ്കിലും ആദ്യം തന്നെ എന്ത് ചെയ്യണം? നെയ്യത്ത് വെക്കുക. നല്ല നെയ്യത്തോടു കൂടെ ആ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാം. ഇനി ആ പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു തആല എന്ത് ചെയ്യും? ആ മനസ്സ് നല്ലത് കരുതിയല്ലോ, അതിനുള്ള കൂലി അള്ളാഹു തആല തരും. ബനൂ ഇസ്രായേൽ ഒരു സംഭവം കാണാം. പല അത്ഭുതങ്ങളും നടന്ന ഒരു വിഭാഗമാണ് ബനൂ ഇസ്രായേൽ. അവരെ കുറിച്ചുള്ള ഒരാളെ ഒരു ചരിത്രം ഇതിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യന്, അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരു മണൽ കൂമ്പാരം കണ്ടു. മണൽ കൂമ്പാരം എന്ന് പറഞ്ഞാൽ പൊയ്യ അങ്ങനെ കൂട്ടിയിട്ടാലുണ്ടാവില്ലേ, അതിൻ്റെ അരികിലൂടെ അദ്ദേഹം പോണത്. അപ്പോൾ ആ പൊയ്യൻ്റെ കൂട്ടം ആ മണൽ കൂമ്പാരം കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ കരുതി, അദ്ദേഹം നല്ല വിശപ്പുണ്ടാവും പോണ സമയത്ത്. അപ്പം അദ്ദേഹം മനസ്സിൽ കരുതി, ഈ മണൽ കൂമ്പാരം ഭക്ഷണമായിരുന്നെങ്കിൽ ഈ ഭക്ഷണമൊക്കെ ഞാൻ ജനങ്ങൾക്ക് സദഖ കൊടുക്കുമായിരുന്നു. മനസ്സിൽ കരുതിയതാണ്. അങ്ങനെ അദ്ദേഹം പോയി. ആ സമയത്ത് ആ കാലഘട്ടത്തിലുള്ള ഒരു നബിയിലേക്ക് അള്ളാഹു തആല വഹീ നൽകി. ഫൗഹല്ലാഹു ഇലാ നബിയിഹിം അൻകുല്ലഹു, നിങ്ങൾ നബിയോട് പറയാണ്, അദ്ദേഹത്തോട് പോയിട്ട് പറയണം, നിങ്ങളെ സദഖ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. ഇയാൾ സദഖ കൊടുത്തിട്ടൊന്നുമില്ല. ഒരു മണൽ കൂമ്പാരം കണ്ടപ്പോൾ മനസ്സിൽ കരുതിയാണ്, ഇതൊക്കെ ഒരു ഭക്ഷണമായിരുന്നെങ്കിൽ പാവങ്ങൾക്കൊക്കെ കൊടുക്കായിരുന്നു. ആ മനസ്സ്, നല്ല മനസ്സ് അള്ളാഹു തആല കബൂൽ ചെയ്തു. ആ കരുത്തിന് അള്ളാഹു തആല സദഖ ചെയ്ത കൂലി കൊടുത്തു എന്നാണ്. വഖദ് ശക്കറ ഹുസ്ന നിയ്യത്തിക്ക, നിങ്ങൾ ആ നല്ല നിയ്യത്തുണ്ടല്ലോ അത് അള്ളാഹു കബൂലാക്കി. വഅത്താക സവാബമാക്കാന മാലൗകാന ത്വആമൻ ഫതസദ്ദഖത ബിഹി, ഈ മണൽ കൂമ്പാരം മുഴുവനും ഭക്ഷണമായി അത് സദഖ ചെയ്താൽ എത്ര കൂലി കിട്ടുമോ ആ കൂലിയൊക്കെ അള്ളാഹു തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മളെ നിയ്യത്തിനനുസരിച്ചാണ് അള്ളാഹു തആല നമുക്ക് കൂലി നൽകുന്നത്. ഇപ്പോൾ ഒരു വയലിൻ്റെ മജ്‌ലിസോ മറ്റോ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ സംഭാവനയൊക്കെ ചോദിക്കും. അപ്പോൾ സംഭാവന ചോദിക്കുന്ന സമയത്ത് പണമുള്ള ആളുകളൊക്കെ നല്ല സദഖ കൊടുക്കും. ചിലപ്പോൾ 1000 10,000 ഒക്കെ കൊടുക്കും. എന്നാൽ ആ കൂട്ടത്തിൽ വളരെ പാവപ്പെട്ട ആളുകളുണ്ട്, ഒരു 10 റുപ്യ പോലും കൊടുക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അപ്പോൾ പണക്കാർ 1000 10,000 ഒക്കെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇയാളെ മനസ്സിൽ ഇങ്ങനെ, അല്ലാ എൻ്റെ അടുക്കലൊന്നും ഇല്ലല്ലോ, അയാളൊക്കെ കൊടുക്കുന്നത് എത്രയാണ്, എൻ്റെ അടുക്കലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനും കൊടുക്കുമായിരുന്നു എന്ന് ഇയാൾ മനസ്സിൽ പറയുന്നുണ്ടോ? മതി, ആഖിറത്തിൽ വരുന്ന സമയത്ത് അതാ അദ്ദേഹത്തിൻ്റെ ഏടിൽ കാണാം, ഇദ്ദേഹം 10,000 രൂപ സദഖ കൊടുത്തിരിക്കുന്നു. 10,000 പോയിട്ട് 10 റുപ്യ പോലും കൊടുത്തിട്ടില്ല. ഒരു പണക്കാരൻ ഒരു 10,000 രൂപ സദഖ കൊടുക്കണ കണ്ടപ്പോൾ ഇയാളെ മനസ്സിൽ കരുതിയതാണ്, എനിക്കും അങ്ങനെ ഒരു പണം ഉണ്ടെങ്കിൽ ഞാനും കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ നല്ല ഒരു നിയ്യത്ത്, നല്ല കാര്യം ചെയ്യണമെന്ന് മനസ്സിൽ കരുതിയാൽ തന്നെ അള്ളാഹു തആല അതിന് പ്രതിഫലം നൽകും. ചെയ്തു കഴിഞ്ഞാൽ 10 ഇരട്ടി പ്രതിഫലം. അപ്പോൾ ഏതൊരു അമലുകളാണെങ്കിലും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിയ്യത്ത് വെച്ചുകൊണ്ട് അതിലേക്ക് ഇറങ്ങുക. എന്നാൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യമാവുള്ളൂ. നമ്മൾ ചെയ്യുന്ന പലതും ഈ നിയ്യത്തില്ലാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ ആഖിറത്തിൽ എത്തിയാലേ കാണൂല. നേരത്തെ മലക്കുകളെ ഏട് പറഞ്ഞതുപോലെ ഒരുപാട് ഇബാദത്തുകൾ സദഖകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ ആഖിറത്തിൽ എത്തിയപ്പോൾ അതൊന്നും കാണൂല. എന്തുകൊണ്ട്? നല്ല നിയ്യത്ത് അതിൻ്റെ മുമ്പ്, ആ സദഖ കൊടുക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ അമല് ചെയ്യുന്നതിന് മുമ്പ് നിയ്യത്തില്ലാത്ത കാരണം കൊണ്ട് ആ അമലുകളൊക്കെ നിഷ്ഫലമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ അത് കബൂലാവുകയില്ല. ഇനി നമ്മൾ അമലുകൾ, ഏത് അമലുകളാണെങ്കിലും നിയ്യത്തുണ്ടെങ്കിലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകുന്നത് നമ്മൾ പറഞ്ഞു. അമലുകളെ നമ്മൾ 3 തരമായിട്ട് തിരിക്കാം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ 3 തരമായിട്ട് തിരിക്കാം. നമ്മുടെ പ്രവർത്തനങ്ങൾ, തെറ്റായ പ്രവർത്തനങ്ങളുണ്ട്, ഇബാദത്തായ സുന്നത്തും ഫർളുമായ ഇബാദത്തുകളായ പ്രവർത്തനങ്ങളുണ്ട്,
മുബാഹായ പ്രവർത്തനങ്ങളുണ്ട്. മുബാഹ നമ്മൾ അനുവദനീയമായത്, അതിൽ പ്രത്യേകം കൂലിയ കുറ്റമൊന്നുമില്ലാത്ത, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്, അങ്ങനത്തെ മുബാഹായ കാര്യങ്ങളുണ്ട്. ഇത് മൂന്നിലും നമ്മൾ നിയ്യത്തുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തത് എടുക്കുക. ഒന്നാമത്തത് മഅസിയത്താണ്, തെറ്റുകുറ്റങ്ങൾ, അള്ളാഹു ഹറാമാക്കിയ കാര്യം, അള്ളാഹു പൊരുത്തപ്പെടാത്ത വിഷയങ്ങൾ. അതൊരിക്കലും നിയ്യത്ത് വെച്ചിട്ട് എന്താക്കാൻ പറ്റൂല, ഇബാദത്താക്കി മാറ്റാൻ പറ്റൂല. മൂന്ന് കാര്യമാണ്. ഒന്ന് മഅസിയത്ത്, തെറ്റുകുറ്റങ്ങൾ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മൂന്ന് പാർട്ടാക്കിയിട്ട് അതിൽ ഒന്നാമത്തെ പാർട്ട് തെറ്റുകുറ്റങ്ങൾ, രണ്ട് ഇബാദത്തുകൾ, മൂന്ന് ഹലാലായ കാര്യങ്ങൾ. ഇത് മൂന്നും നിയ്യത്തുമായി കണക്റ്റാക്കിയാൽ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് തെറ്റായ കാര്യങ്ങൾ ഒരിക്കലും നിയ്യത്ത് വെച്ചതുകൊണ്ട് എന്താവില്ല, അത് നന്നാവില്ല, ഇബാദത്തായി മാറൂല. ചിലർക്ക് അതിൽ ആ ചില തെറ്റിദ്ധാരണകളൊക്കെ വിഷയത്തിൽ വരാറുണ്ട്. ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരാൾ കക്കുകയാണ്, കളവ് നടത്തുന്നു, വേറെ ആളെ പൈസ എടുത്ത് കട്ടുകൊണ്ടുവരും. എന്തിനാ കട്ടുകൊണ്ടുവരുന്നത്? സാന്ത്വന പ്രവർത്തനം നടത്താൻ വേണ്ടി. സാന്ത്വന പ്രവർത്തനം നടത്തുന്നത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇയാളെ നിയ്യത്ത് എന്താണ്? പാവങ്ങളെ സഹായിക്കണം. പക്ഷേ ഇയാൾ ചെയ്യുന്ന പണി ഹറാമാണല്ലോ, മറ്റുള്ളവൻ്റെ സമ്പത്ത് എടുത്തുകൊണ്ടാണ്. അപ്പം ഒരു ഹറാമായ പണി അദ്ദേഹം ചെയ്യുന്നു, അതിൽ നിയ്യത്ത് വെക്കുന്നു. നിയ്യത്തെന്ന് അയാൾക്ക് എടുക്കാനല്ല, പാവങ്ങളെ സഹായിക്കാൻ. അതൊരിക്കലും എന്താവില്ല, നിയ്യത്ത് കൊണ്ടൊരിക്കലും അത് അനുവദനീയാവില്ല, അത് ഇബാദത്തായി മാറില്ല. തെറ്റുകൾ തെറ്റ് തന്നെയാണ്. മുമ്പ് ഒരു പത്രവാർത്ത വന്നിരുന്നു. തലശ്ശേരി കള്ളൻ താമരശ്ശേരിയിൽ പിടിക്കപ്പെട്ടു. അതായത് താമരശ്ശേരിയിൽ അദ്ദേഹം ജോലി എടുക്കുന്ന സ്ഥലമാണ്, നാട് തലശ്ശേരിയറ്റാണ്. അപ്പോൾ ഇയാളെ നാട്ടിൽ ഇയാൾക്ക് വലിയ പേരാണ്. എന്ത്, പാവങ്ങളെ സഹായിക്കണം, സാന്ത്വന പ്രവർത്തനം, കാരുണ്യ പ്രവർത്തനം. സംഗതിയോടാണ് ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കട്ടുകൊണ്ടുവരികയാണ്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, സാന്ത്വന പ്രവർത്തനം നടത്തും. അപ്പോൾ ഹറാമായ കാര്യങ്ങൾ ഒരിക്കലും നിയ്യത്ത് വെച്ചതുകൊണ്ട് എന്താവില്ല, അതൊരിക്കലും ഹലാലായി മാറൂല, അത് ഇബാദത്തായി മാറൂല. തെറ്റുകൾ തന്നെയാണ്. അപ്പോൾ ആ പാർട്ട് അങ്ങനെ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ പാർട്ടാണ് ഇബാദത്തുകൾ. ഒന്നാമത്തേതിൽ തന്നെ പല ഉദാഹരണങ്ങളും പലതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗീബത്ത് പറയണത്, ഇപ്പം നമ്മളെ ഉറ്റൊരു സുഹൃത്തുണ്ട്, ഉദാഹരണം പറയാം. ഗീബത്ത് ഹറാം തന്നെയാണ്. അപ്പം നമ്മളെ സുഹൃത്തിന് മനസ്സ് സന്തോഷമാകണമെങ്കിൽ അയാളെ രണ്ട് വാക്ക് പറയണം, എന്നാലേ എന്താവുള്ളൂ, മനസ്സ് റാഹത്തുള്ളൂ. അപ്പോൾ നിയ്യത്തൊക്കെയാണ്, എൻ്റെ സുഹൃത്തിൻ്റെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ അയാളെ ഗീബത്ത് പറയുന്നു, അല്ലാലോ ഇല്ല. അപ്പം ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ നിയ്യത്ത് മാറ്റിയത് കൊണ്ട് ഒരിക്കലും അത് നന്നാവൂല, അത് ഹറാമ് തന്നെയാണ്. മഅസിയത്തിൽ ഒരിക്കലും നിയ്യത്ത് വെച്ചതുകൊണ്ട് അത് ശരിയാവില്ല. രണ്ടാമത്തെ വിഷയം നമ്മളെ ഇബാദത്തുകൾ. ഇബാദത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് സുന്നത്താവട്ടെ ഫർളാവട്ടെ അതിലൊക്കെ നിയ്യത്ത് വേണം. നിയ്യത്തില്ലാതെ ഒരിക്കലും അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കുകയില്ല. അതിൽ നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഒന്ന് സൂചിപ്പിക്കും. അപ്പോൾ വുളൂഇൽ നമ്മൾ നിയ്യത്ത് വെക്കാറുണ്ട്. പക്ഷേ വുളൂഇൽ എപ്പോഴാണ് നിയ്യത്ത് വെക്കൽ? മുഖം കഴുകുന്ന സമയത്താണ്, അല്ലേ? ഫർളാ നിയ്യത്ത് അവിടെ വരുന്നത്. അതിൻ്റെ മുമ്പ് നമ്മൾ മുൻകൈ കഴുകുന്നുണ്ട്, വായിൽ വെള്ളം കൊപ്പിളിക്കുന്നുണ്ട്, മിസ്വാക്കൊക്കെ ഉണ്ട്, അത് സുന്നത്താണ്. പക്ഷെ ആ സുന്നത്തായി പരിഗണിക്കപ്പെടണമെങ്കിൽ നിയ്യത്ത് വെക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? വുളൂ തുടങ്ങുന്ന സമയത്ത് തന്നെ എന്ത് കരുതണം? വുളൂവിൻ്റെ സുന്നത്തിനെ ഞാൻ വിട്ടുന്നു എന്ന് മനസ്സിൽ കരുതണം. എന്നിട്ട് മുൻകൈ കഴുകിയാലാണ് ആ സുന്നത്ത് കിട്ടുള്ളൂ. വായിൽ വെള്ളം കൊപ്പിച്ചാൽ സുന്നത്ത് കിട്ടണമെങ്കിൽ തുടക്കത്തിൽ തന്നെ ഏത് വേണം? നിയ്യത്ത് വേണം. ഫർളിൻ്റെ നിയ്യത്ത് മുഖം കഴുകുന്ന സമയത്താണ് വരുന്നത്. അപ്പം അതുകൊണ്ട് പ്രത്യേകം ഫിഖിലൊക്കെ പറഞ്ഞത് കാണാം, മുൻകൈ കഴുകുന്ന സമയത്ത് തന്നെ വുളൂവിൻ്റെ തുടക്കത്തിൽ തന്നെ മനസ്സിൽ കരുതണം, എന്ത് ചെയ്യുന്നു, ഞാൻ വുളൂവിൻ്റെ സുന്നത്ത് കിട്ടുന്നു എന്ന് കരുതിയിട്ട് ചെയ്താലാണ് ഈ മുൻകൈ കഴുകണേൻ്റെയും മിസ്വാക്കിൻ്റെ ഒക്കെ സുന്നത്ത് കിട്ടുള്ളൂ. ഏത് ഇബാദത്തും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് വലത് കാലെടുത്ത് വെക്കൽ സുന്നത്താണ്. പക്ഷെ ആ വലത് കാലെടുത്ത് നമ്മൾ പള്ളിയിലേക്ക് വെക്കുക, ആ സുന്നത്ത് കിട്ടണമെങ്കിൽ നിയ്യത്ത് വേണം. നമ്മളിങ്ങനെ നടന്നിങ്ങനെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വലത് കാലം എവിടേക്ക് എത്തി? പള്ളിയിലേക്ക് എത്തി. അതുപോലെ കിട്ടില്ല, നിയ്യത്തില്ല. അപ്പോൾ പള്ളിയിലെ
മക്കയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഒന്ന് സ്റ്റോപ്പ്, എന്നിട്ട് മനസ്സിൽ കരുതുക വലത് കാല് വെക്കൽ സുന്നത്താണല്ലോ എന്ന നെയ്യത്ത് വെച്ചിട്ട് വലത് കാല്, അപ്പോഴാണ് ആ വലത് കാലക്കിണീൻ്റെ സുന്നത്ത് കിട്ടുള്ളൂ. ഇനി ബാക്കിയൊക്കെ തന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് വലത് കൈ കൊണ്ട് കഴിക്കുന്നത്, ഓട്ടോമാറ്റിക്കായി വെള്ളം വലത് കൈ കൊണ്ട് എടുത്തിട്ട് കുടിച്ചാൽ വലത് കൈ കുടിച്ച് കൂലി കിട്ടില്ല. ഏത് ഇബാദത്തിലാണ് ഇന്നമല്ല അഅ്മാലു ബിന്നിയ്യാത്ത്. അപ്പോൾ നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ അത് നീയത്തുണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യമാകുള്ളൂ. ഇനി അതിൽ തന്നെ ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് ധാരാളം നെയ്യത്തുകൾ വെക്കാൻ പറ്റും. ആ നെയ്യത്തിനനുസരിച്ച് അതിൻ്റെ പ്രതിഫലം ഇരട്ടിക്കും. അതാണ് നമ്മളും മഹാന്മാരും തമ്മിലുള്ള വ്യത്യാസം. മഹാന്മാരായ ആളുകൾ ഒരു ഇബാദത്ത് ചെയ്താൽ നമ്മൾ 1000 ചെയ്താൽ ഒരടുക്കലെത്തൂല. എന്താ വ്യത്യാസം? അവരത്രയും മനസ്സ് ശുദ്ധാണ്, ഒരുപാട് നെയ്യത്തുകൾ കരുതിയിട്ടാണ് ഒരു ഇബാദത്ത് അവർ ചെയ്യുള്ളൂ. ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ പള്ളിയിലേക്ക് വരുന്നതിൻ്റെ ആ ഒറ്റ ഒരു ഇബാദത്ത് മാത്രം നമ്മൾ എടുത്തു നോക്കുക. നമ്മൾ പള്ളിയിലേക്ക് വരുന്നു, നമുക്ക് എന്തൊക്കെ അവിടെ നെയ്യത്ത് വെക്കാം. പള്ളി അള്ളാഹുവിൻ്റെ വീടാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ പള്ളിയിലേക്ക് വന്നാൽ അള്ളാഹുവിൻ്റെ സായിറാണ് അദ്ദേഹം, അള്ളാഹുവിൻ്റെ സന്ദർശകനാണ്. അള്ളാഹുവിനെ ഒരാൾ സന്ദർശിക്കാൻ വന്നാൽ അദ്ദേഹത്തെ അള്ളാഹു ഇക്റാമ് ചെയ്യുമെന്നാണ്, ബഹുമാനിക്കും. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അള്ളാഹുവിൻ്റെ ഗസ്റ്റായിട്ടാണ് പോകുന്നത് എന്ന് മനസ്സിൽ കരുതുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഇക്റാമ് നമുക്ക് കിട്ടാൻ കാരാണ് പള്ളിയിൽ വരിക എന്നുള്ളത്. ഒന്ന് ഒറ്റൊന്നിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി മറ്റൊന്ന് ഈത്തിക്കാഫിൻ്റെ നിയ്യത്ത് അല്ലേ, അത് പറയണ്ടല്ലോ, വലിയ വിവാദത്താണ് ഈത്തിക്കാഫ് എന്നുള്ളത്. മറ്റൊന്നാണ് നമ്മൾ നിസ്കാരത്തിന് വേണ്ടിയാണ് വരുന്നത്. വന്ന് നമ്മൾ പള്ളിയിൽ ഇരുന്നാൽ തന്നെ ചിലപ്പോൾ 5-10 മിനിറ്റൊക്കെ ഉണ്ടാവും നിസ്കാരം നടക്കാൻ, ഇഖാമത്ത് കൊടുക്കുക. അപ്പോൾ അതുവരെ നമ്മൾ എന്താ ചെയ്യണത്? നിസ്കാരത്തെ ഇന്തിളാറ് ചെയ്യാണ്, നിസ്കാരത്തെ ഇങ്ങനെ കാത്തിരിക്കലാണ്. അതൊരു ഇബാദത്താണ്. നിസ്കാരത്തെ ഇന്തിളാറ് ചെയ്യുന്നത് ഒരു ഇബാദത്താണ്. ആ കാത്തിരിക്കണ സമയത്തൊക്കെ നിസ്കരിക്കണ കൂലി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. 3ആയി. ഇനി നോക്കൂ നിങ്ങൾ, നമ്മൾ പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഹറാമിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അല്ലേ. നമ്മൾ അങ്ങാടിയിലോ മറ്റോ കയറിക്കുകയാണെങ്കിൽ ഹറാമ് കാണുന്നത്, കേൾക്കുന്നത്, സംസാരിക്കുന്നത് അതൊന്നും പള്ളിയിൽ വന്നാലുണ്ടാകുന്നില്ല. പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ഹറാമ് കാണാനില്ല, ഹറാമ് സംസാരിക്കുക, ഗീബത്തും നമീമത്തൊന്നും നമ്മൾ പള്ളിയിൽ നിന്ന് സംസാരിക്കൂലല്ലോ. ഈമാനുള്ള ഒരാളങ്ങനെ ചെയ്യൂലല്ലോ. അതുപോലെ തന്നെ ഹറാമ് കാണാനോ കേൾക്കാനോ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഹറാമുകളിൽ നിന്ന് നമ്മുടെ അവയവങ്ങളെ സംരക്ഷിക്കാനുള്ളൊരു മാർഗ്ഗമാണ് പള്ളിയിൽ വരിക എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന്, നമ്മളെ മനസ്സ് അള്ളാഹുലേക്ക് തിരിക്കാൻ കഴിയും. മനസ്സ് അള്ളാഹുലേക്ക് തിരിക്കുക എന്ന് പറയുന്നത് വല്ലാത്ത പവറുള്ള ഒരു വിഷയമാണ്. അത് വേറൊരു സബ്ജക്റ്റാണ്, അതിന് ഭയങ്കര കൂലിയാണ്. കാരണം നമ്മൾ ദുന്യാവിൻ്റെ വിഷയത്തിലേക്ക് മനസ്സ് എപ്പോഴും നമ്മൾ ദുന്യാവിൻ്റെ വിഷയത്തിലേക്ക് തിരിച്ചിട്ടാണ് നമ്മളെ ജീവിതം. അതിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് ഒരു 5-10 മിനിറ്റ് എൻ്റെ മനസ്സൊന്ന് ഞാൻ റബ്ബിലേക്ക് തിരിക്കട്ടെ, അത് വല്ലാത്ത പ്രതിഫലം, തഫക്കുർ. അതുപോലെ തന്നെ പള്ളിയിൽ ഏതായാലും നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഏതായാലും വെറുതെ ഇരിക്കൂല, ഖുർആൻ ഓതും, ദിക്ർ അല്ലേ. അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരുന്ന ആളുകൾ മുഅ്മിനീങ്ങളോട് കൂടെ ഇരിക്കുക, മുജാലസാത്തു സാലിഹീൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരൊറ്റ പള്ളിയിൽ വരുന്നതിന് തന്നെ എത്ര കൂലിയാണ് കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ പള്ളിയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് മനസ്സിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് വന്നാൽ ഒറ്റ വെടിക്ക് നമ്മൾ ഡബിൾ പക്ഷി എന്നാണ് പറയാറുള്ളത്. ഇത് ഡബിളൊന്നല്ല അല്ലേ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് അറിയില്ലേ. ഒറ്റ ഇബാദത്തിന് തന്നെ ഒരുപാട് നിയ്യത്തുകൾ വെച്ചാൽ വലിയ പ്രതിഫലം അതിൽ കിട്ടുന്നുണ്ട്. ഇനി ബാക്കിയൊക്കെ നിങ്ങൾ ഇതേപോലെ മനസ്സിലാക്കുക. അപ്പോൾ സദക്ക കൊടുക്കുന്നത്, ഒരു സദക്ക നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് മുമ്പ് നമ്മൾ നിയ്യത്ത് വെക്കുക. മരിച്ചുപോയ വാപ്പ ഉമ്മയുടെ പേരിൽ കരുതാം. പിന്നെ പരീക്ഷണങ്ങളിൽ നിന്ന് കാവലാണല്ലോ സദക്കത്ത് റദ്ദുൽ ബലായ. അതുപോലെ ഒരാളെ സഹായിക്കാൻ അള്ളാഹിൻ്റെ സഹായം കിട്ടാൻ കാരണമാണ്. ഒരാളെ മനസ്സ് സന്തോഷിപ്പിച്ചാൽ അള്ളാഹ് നമ്മളെ സന്തോഷിപ്പിക്കും. അങ്ങനെ ഒരു സദക്ക കൊടുക്കുന്നിടത്ത് തന്നെ എന്തെല്ലാം നിയ്യത്തുകളാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, ഫർളോ സുന്നത്തൊക്കെ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിയ്യത്ത് തന്നെ പരമാവധി എന്തെല്ലാം നിയ്യത്തുകൾ വെക്കാൻ കഴിയോ അത് വെക്കുക, ഇബാദത്തുകൾ. ഇനി മൂന്നാമത്തത് ഹലാലായ കാര്യങ്ങളാണ്, അനുവദനീയമായ കാര്യങ്ങൾ. അത് ചെയ്താൽ കൂലിയില്ല, ഉപേക്ഷിച്ചാൽ കുറ്റമില്ല, അങ്ങനത്തെ കാര്യങ്ങളാണ് ഹലാൽ എന്ന് പറയുന്നത്. പക്ഷെ അതിലും നല്ല നിയ്യത്ത് നമുക്ക് വെക്കാൻ പറ്റിയാൽ അത് ഒരു പ്രതിഫലമുള്ള കൂലിയുള്ള ഒരു ഇബാദത്താക്കി മാറ്റാൻ കഴിയും. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഹലാലാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ അത് തന്നെ നമ്മളൊരു നിയ്യത്ത് വെച്ച് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്,
ഇബാദത്ത് എടുക്കാനാണ് അള്ളാഹു തആല എന്നെ സൃഷ്ടിച്ചത്. അപ്പോൾ ഇബാദത്ത് എടുക്കാനുള്ള ആഫിയത്ത്, ആരോഗ്യം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്തിനുള്ള ആഫിയത്ത് കിട്ടാനാണ്. കൂലിയായി. ആ ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്തായി മാറി. ഇതേപോലെ ഉറങ്ങണോടത്ത് വെക്കാം. നമ്മൾ വെറുതെ ഒരു രസത്തിന് വേണ്ടിയല്ലല്ലോ ഉറങ്ങണത്, ക്ഷീണം മാറ്റാൻ വേണ്ടിയാണ്. ഉറങ്ങിയിട്ടില്ലെങ്കിൽ ക്ഷീണം വരും, ആഫിയത്ത് കുറയും, അപ്പോൾ ഇബാദത്തിന് അത് ബാധിക്കും. അപ്പോൾ ഉറങ്ങണത്, അതുപോലെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് ഉദാഹരണങ്ങൾ മഹാന്മാർ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ മുബാഹായ ഹലാലായ കാര്യം തന്നെ നല്ല നിയ്യത്ത് വെച്ചാൽ അത് ഇബാദത്താക്കി മാറ്റാൻ കഴിയും. അതിൽ തന്നെ ഇഷ്ടംപോലെ ഒന്നിൽ കൂടുതൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിൽ കൂടുതൽ നിയ്യത്ത് വെക്കാം. ഒരു ഉദാഹരണം പറയാം. നമ്മൾ അത്തർ, സുഗന്ധം പൂശൽ, നമ്മളൊക്കെ സുഗന്ധം പൂശുന്ന ആളുകളാണ്. ആ സുഗന്ധം പൂശുന്നത് നല്ല നിയ്യത്തോടുകൂടെ നമ്മൾ ചെയ്താൽ, ഇപ്പോൾ പള്ളിയിലേക്ക് വരികയാണ്, ജുമക്കോ ജമാഅത്തിനോ അല്ലെങ്കിൽ ഒരു സദസ്സിലേക്ക് വരികയാണ്, അപ്പോൾ സുഗന്ധം പൂശൽ സുന്നത്താണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ് എന്ന് മനസ്സിൽ കരുതുക. അതുപോലെ തന്നെ മലക്കുകൾക്ക് വലിയ സന്തോഷമാണ്. സുഗന്ധം എന്നത് മലക്കുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ഖബറിൻ്റെ പുറത്ത് നല്ല സുഗന്ധമുള്ള ചെടിയൊക്കെ വെച്ചാൽ അത് മലക്കുകൾ അവിടെ വരാൻ കാരണമാവും. അപ്പോൾ മലക്കുകൾക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് വന്നാൽ നമ്മളെ കൂടെ ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കലാണ്. നല്ല നിയ്യത്തുകളെ പറയും, ഒരൊറ്റ അത്തറ് തേക്കണേന്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വീട്ടിലേക്കല്ലേ വരുന്നത്. അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബഹുമാനത്തോടു കൂടെ വരണ്ടേ. അപ്പോൾ അള്ളാഹുവിൻ്റെ വീടിനെ തഅലീം ചെയ്യുക, ബഹുമാനിക്കാൻ എന്ന നിയ്യത്തോടു കൂടെ ആ നിലക്ക് നമ്മൾ അത്തറ് പൂശുക, സുഗന്ധം പുരട്ടുക. അതുപോലെ തന്നെ മോശമായ വാസനകൾ നമ്മളിൽ നിന്ന് ഒഴിവാക്കുക. മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട്, അത് നമ്മൾ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്, നമ്മളെ കൊണ്ട് ഒരു നിലക്കും, അത് നമ്മളൊരു വിയർപ്പിൻ്റെ വാസന കൊണ്ട് വരെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഇല്ലാതാക്കുക എന്ന നിയ്യത്തും അതിൽ വെക്കാം. ഇനിയും വെക്കാം. മറ്റുള്ളവർ, ഇപ്പോൾ നമ്മളെ ഒരു നാറ്റം, ഒരു മോശമായ വാസന നമ്മളെ ശരീരത്തിൽ നിന്ന് വന്നാൽ മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയാൻ കാരണമാവും, അല്ലേ? ഇവൻ എന്ത് കുളിക്കൂല്ല, ഇതാക്കൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെന്താവും നമ്മളെ ഗീബത്ത് പറയാനേ കാരണമായി. ആ മറ്റുള്ളവരെ ഗീബത്ത് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും. നമ്മൾ അത്രയിച്ച് പോയാൽ, കുളിച്ചിട്ട് അത്രയാക്കണം, അത്രയിച്ച് പോയാൽ എന്തായി, അല്ലേ? അപ്പോൾ വേറുള്ളവരെ തെറ്റിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ കുളിക്കാതെ അല്ലെങ്കിൽ അത്ര തേക്കാതെ പോയാൽ മറ്റുള്ളവർ നമ്മൾ ഗീബത്ത് പറയാൻ കാരണമാവും. നമ്മൾ അത്ര വെച്ച് പോയാലോ ആ ഗീബത്ത് ഒഴിവാവും. അപ്പോൾ ഒരാളെ തെറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ അത്തറിലൂടെ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒറ്റ അത്തറ് തേക്കുന്നതിലുള്ള നിയ്യത്ത്. ഇങ്ങനെ നല്ല നല്ല നിയ്യത്തുകൾ ഹലാലായ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിനനുസരിച്ച് എന്ത് ചെയ്യും? പ്രതിഫലം കിട്ടും. അപ്പം നല്ല മുബാഹായ കാര്യങ്ങൾ തന്നെ നല്ല നിയ്യത്തുണ്ടെങ്കിൽ അത് ഇബാദത്താക്കി മാറ്റാൻ കഴിയും. ആനാ ശൈഖുനാ തങ്ങൾ ഉസ്താദ്, അള്ളാഹുത്തെ ദർജയോർത്തട്ടെ, വലിയ പാഠം അവിടുത്തെ ജീവിതത്തിലുണ്ട്. ഈ വിഷയത്തിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയൊരു നേതാവാണ്. നമുക്കെല്ലാവർക്കും നമ്മൾ മുമ്പ് സൂചിപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു തങ്ങൾ ഉസ്താദിൻ്റെ ജീവിതം. ഏത് ചെറിയ വിഷയങ്ങളാണെങ്കിലും നീയത്ത് വെച്ചിട്ട് തങ്ങൾ ഉസ്താദിലേക്ക് ഇറങ്ങുള്ളൂ. അതിൻ്റെ നമ്മൾ ചിലപ്പോൾ നിസാരമായി കാണുന്ന വിഷയം, ചിലപ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാം. തങ്ങൾ ഉസ്താദ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ഫാമിലിയെ വിളിച്ചുകൊണ്ട് ഒരു നസീഹത്ത് കൊടുത്ത്, ഒരു ഉപദേശം കൊടുത്തത്. നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവില്ലേ, അത് കൊണ്ടുപോയി തട്ടും, അല്ലേ? അത് വേസ്റ്റായിട്ട് തന്നെ പോയി. എന്നാൽ തങ്ങൾ ഉസ്താദ് അതുവരെ നീയത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോയിടേണ്ടതെന്ന് ഫാമിലിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി വരുന്ന, അതിൻ്റെ എല്ല്, മുള്ള്, അവിഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് വേറെ ജീവികൾക്ക് ഭക്ഷണമാണല്ലോ, അല്ലേ? ഇപ്പോൾ ജിന്നിൻ്റെ ഭക്ഷണമാണത് എല്ല്, പൊട്ട് എന്ന് പറയും, മുള്ള് ജിന്നുകൾക്ക് ഭക്ഷണമാണ്. അതുപോലെ തന്നെ പൂച്ചയും നായയും കോഴിയും കാക്ക പക്ഷികൾക്കൊക്കെ അവർ ഭക്ഷണമാക്കി ഉപയോഗിക്കും. നമ്മൾ ഭക്ഷണം കഴിച്ച ബാക്കി അവശിഷ്ടങ്ങൾ അവർക്ക് ഭക്ഷണമാണ്. ഉറുമ്പിന് ഭക്ഷണമാണ്, മറ്റുള്ള പ്രാണികൾക്ക് ഭക്ഷണമാണ്. അപ്പോൾ ഏതൊരു കരളുള്ള ജീവികൾക്കും ഭക്ഷണം കൊടുത്താൽ അതിന് കൂലി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആ വേസ്റ്റ് തട്ടുന്ന സമയത്ത് ഒന്ന് നിയ്യത്ത് വെക്കുക, അല്ലാഹ് ഇത് ഈ പ്രാണികൾക്ക്, ജീവികൾക്കുള്ള ഭക്ഷണമായിട്ട് ഞാനിത് ഉപേക്ഷിക്കുന്നു. അങ്ങനെ നിയ്യത്ത് വെച്ചിട്ടാൽ അതിന് വരെ എന്തുണ്ട്? കൂലിയുണ്ടെന്ന് തങ്ങൾ ഉസ്താദ് പഠിപ്പിക്കുക. അത് വെറുതെ പഠിപ്പിച്ചല്ല, ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിസാരായി കാണുന്ന വിഷയങ്ങൾക്ക് ഹലാലായ കാര്യങ്ങളടക്കം നല്ല നെയ്യത്തുണ്ടെങ്കിൽ അത് ഇബാദത്താക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ട് നെയ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളിലും നല്ല നെയ്യത്തോടുകൂടെ പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ
എല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഇന്ന് നമ്മോട് ഇവിടെ പറഞ്ഞ ഫൈസലിൻ്റെ ഉമ്മ അല്ലാഹു തആല ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. നമ്മുടെ മെമ്പറും കൂടിയാണ്. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഖിദ്മത്തുകളൊക്കെ ആ ഉമ്മക്ക് ഇന്ന് ആദ്യ രാത്രിയാണ്. ആ ഉമ്മയുടെ ഖബറിൽ അല്ലാഹു പ്രകാശം കൊടുക്കട്ടെ. ഖിയാമം വരെയായി ഖൈറാത്തുകളൊക്കെ അല്ലാഹു മൂനിസാക്കി കൊടുക്കട്ടെ. അവരെയും കുടുംബത്തൊക്കെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ചിട്ടുമാറാവട്ടെ. അതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ സജീവ പ്രവർത്തകൻ ഹൈദർ അലി എന്ന് പറയുന്ന സഹോദരൻ വളരെ സീരിയസായി ഹോസ്പിറ്റലിലാണ്. അല്ലാഹു പൂർണ്ണ ആഫിയത്ത് നൽകട്ടെ. അജ്ജ ശിഫ നൽകണേ. റഹ്മാനെ സഫ്വാൻ്റെ അനിയന് സുഖമില്ല എന്നാണ്. അല്ലാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ആമീൻ. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ മിൻ ഹമ്മിൻ വമിൻ ഗമ്മ ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഇലാഹി നജ്ജിനാ വകശിഫ് ജമീഅ അദിയത്തിൻ വസ്രി മകായിദൽ ഇദാ വൽതുഫ് ബിഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക. ആനാ ശൈഖുന ഖാദമുൽ ഉസ്താദിൻ്റെ ആത്മകഥ നമുക്കറിയാം. വിശ്വാസപൂർവ്വം എന്നുള്ള മഹത്തായ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും, ഓരോ പ്രവർത്തകരും കയ്യിലുണ്ടായിരിക്കേണ്ട പുസ്തകമാണ്. ഇൻഷാ അല്ലാഹ് പരമാവധി ആളുകൾ ഇതിൽ പങ്കാളികളാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.